സംസ്ഥാനത്ത് നെല്ല് സംഭരണം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ഭക്ഷ്യമന്ത്രി ഇക്കാര്യം സമ്മതിച്ചും കഴിഞ്ഞു. ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ലാണ് ആർക്കും വേണ്ടാതെ വഴിനീള കിടക്കുന്നത്. കാലാവസ്ഥ മോശമായതോടെ കിളിർത്തു തുടങ്ങിയ നെല്ലുമായി കണ്ണീരൊഴുക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഏക മില്ലാകട്ടെ 1 കിൻഡൽ നെല്ലിന് കിഴിവായി ചോദിക്കുന്നത് 14 കിലോയും. ഇതോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് പാവപ്പെട്ട കർഷകർ. കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതം തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും മില്ലുടമകളുമായി ചർച്ച നടത്തിയിട്ടും തീരുമാനമുണ്ടായിട്ടില്ല. കാറും കോളും നിറഞ്ഞ് ആകാശം പെയ്തിറങ്ങുമ്പോൾ കുട്ടനാടിന്റെ പാടശേഖരങ്ങളിൽ കണ്ണീരുപ്പ് പടരുകയാണ്. നൂറുമേനി വിളയിച്ചിട്ടും വഞ്ചിതരാക്കപ്പെടുന്ന മനുഷ്യരുടെ നേർചിത്രമാണ് ഈ പാതയോരങ്ങളിലെങ്ങും. ഈ കാണുന്നത് 250 ഏക്കർ വരുന്ന പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പൂന്തുരം പാടശേഖരമാണ്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല ഒന്നാന്തരം വിളവായിരുന്നു കർഷകന് ലഭിച്ചത്. തുലാവർഷം ശക്തി പ്രാപിക്കും മുന്നേ കൊയ്തു കയറ്റി. പക്ഷേ 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മഴയോട് പൊരുതി പാടശേഖരത്തിനരികിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നെല്ല് ഏറ്റെടുക്കാതെ കിടക്കുകയാണ്. നെല്ല് സംഭരണം ഏറെക്കുറെ അവതാളത്തിലായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏക്കറുകളോളം പാടശേഖരത്ത് നെല്ല് സംഭരിക്കാതെ വഴിയരികിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കിഴിവാണ് സ്വകാര്യ മില്ലുകൾ കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ പാടശേഖരം ഏതാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമ്മുടെ പൂന്തുരം പാടശേഖരമാണ്. 213 ഏക്കറാണ്. ഇതിൽ 3/4 ഭാഗവും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈ കൊയ്ത്ത് കിടക്കുന്ന നെല്ല് സർക്കാരിൻ്റെ സംവിധാനത്തിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസർ അവർ ഒരു മില്ലുടമയെ നമുക്ക് ഒരു മില്ലേ ഉള്ളൂ. ആ മില്ലാണ് മാണിക്കത്ത് എന്ന് പറയുന്ന കാലടിയിലുള്ള മില്ലാണ് നെല്ലെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരിവിടെ വരികയും നെല്ല് കൈവാരി നോക്കി അങ്ങനെ പോയി 14 കിലോ കിഴിവ് വേണമെന്ന് പറഞ്ഞു. ആ കിഴിവ് കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. നെല്ല് സംഭരിക്കാൻ ആകെ എത്തിയത് ഒരു സ്വകാര്യ മില്ല് മാത്രം. ഈർപ്പം പോലും പരിശോധിക്കാതെ 1 കിൻഡൽ നെല്ലിന് 14 കിലോ നെല്ല് കർഷകരോട് അവർ സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കടുത്ത ചൂഷണമാണെന്ന് മനസ്സിലായതോടെ പാടി ഓഫീസർമാരെ കർഷകർ വിവരമറിയിച്ചു. ഏറ്റെടുക്കാൻ ആളില്ലെന്നും വന്നവർക്ക് കൊടുക്കാൻ പറയുകയുമായിരുന്നു ഉദ്യോഗസ്ഥർ. മികച്ച ഗുണനിലവാരമുള്ള ഈ നെല്ലിന് കിൻഡലിന് 14 കിലോ നിരക്കിൽ സൗജന്യമായി മില്ലുകാർ ആവശ്യപ്പെടുന്നത് തീവെട്ടിക്കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സൗജന്യമായി നൽകണമെന്ന് മാത്രമല്ല, സൗജന്യമായി കൈപ്പറ്റുന്ന നെല്ലിന്റെ ചുമട്ടുകൂലി അടക്കം നഷ്ടം സഹിക്കുന്ന കർഷകരിൽ നിന്ന് അവർ ഈടാക്കുന്നു. ഇത് സംഭരിക്കാനുള്ള യാതൊരു മാർഗവും കൃഷിക്കാർ അല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നെല്ല് മില്ലുകാർ വന്ന് ഇത് ചോദിച്ചാൽ തന്നെ അവർക്ക് 15 ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുമ്മാ 15 കിലോ അല്ലെങ്കിൽ ഇത്ര കിലോ കിഴിവ് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് കിഴിവാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ന്യായം അനുസരിച്ച് നീതി അനുസരിച്ചും നമ്മൾ ഈ നെല്ലുണ്ടാക്കിയാൽ ആ നെല്ലിന് മോയിസറാണ് പറയുന്നത്. ആ മോയിസർ അനുസരിച്ചുള്ള നമുക്ക് എന്ത് കൊടുക്കാം. അല്ലാതെ നെല്ലിന് ഒരു കുഴപ്പമില്ല. നെല്ല് മോശമുള്ള നെല്ല, പതിനുള്ളതല്ല, ഏറ്റവും നല്ല നെല്ലുമാണ്. അപ്പോൾ അതിനെന്ത് നമ്മൾക്ക് എന്ത് കിഴിവാക്കി കൊടുക്കുന്നത്? മഴക്കാലമാണെങ്കിൽ സമ്മർദ്ദതന്ത്രം ഏറും. നെല്ലറയാണെങ്കിലും നെല്ല് സംരക്ഷിക്കാൻ പേരിന് ഒരു സംഭരണ കേന്ദ്രം പോലും കുട്ടനാട്ടിലില്ല. റോഡരികിൽ സൂക്ഷിക്കുന്ന നെല്ല് മുളപ്പെട്ടാറാകുന്നതോടെ ഹൃദയം തകർന്ന കർഷകർ പെട്ട വിലയ്ക്ക് മില്ലുകാർക്ക് നൽകാൻ നിർബന്ധിതരാകുന്നു. ഇത് കർഷകരും കർഷക തൊഴിലാളികളും കൂടി 3 മാസം കൊണ്ട് വിളയിപ്പിച്ചെടുത്ത നെല്ലാണ്. ഈ നെല്ല് 16-17 ദിവസമായി ഇത് കൊയ്ത് കരയ്ക്ക് വന്നിട്ട്. ഇത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ നെല്ലിന്റെ അവസ്ഥ ഒരു കുഴപ്പമില്ലാത്ത നല്ല നെല്ലായിരുന്നു. ഇപ്പം ഈ 17 ദിവസമായിട്ട് ഇപ്പോഴും കൊയ്ത്ത് തീർന്നിട്ടില്ല. ഇവിടെ വരുന്ന ഈ പേമാരിയും ഈ കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇത് ആര് സഹിക്കും? ഈ കർഷകരുടെ നാളത്തെ നിങ്ങളുടെ അധ്വാനമാണിത്. ഇത് 3-3.5 മാസത്തെ കഷ്ടപ്പാടായത് ഈ കിളുത്ത് നശിച്ചു കിടക്കുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ എന്ന് കൊയ്ത്തു നടക്കും എന്നുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചാണ് ഓരോ പാടശേഖരങ്ങളും കൃഷിക്കിറങ്ങുന്നത്. മാസങ്ങൾ നീണ്ട സാവകാശം നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിന് സർക്കാരിന് കിട്ടുമെന്നിരിക്കെ
കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ കർഷകർക്ക് മേൽ ചുമത്തുന്ന ഈ സമ്മർദ്ദം സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടി മാത്രമെന്നേ വിശ്വസിക്കാനാകൂ. കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. തളർത്തുപോയ ഓരോ നെൽമണിക്കും ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണ്. കണ്ണീരുപ്പ് കലർന്ന പാതയോരങ്ങളാണ് പുന്നപ്രയിലും പരിസര പ്രദേശങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടനാട്ടിലെ കർഷക ദുരിതത്തിന്റെ നേർചിത്രമാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. ഇന്നു മുതൽ നെല്ല് സംഭരണം പുനരാരംഭിക്കും എന്നുള്ള ഉറപ്പ് നൽകിയതാണ് ഇന്നലെ. പക്ഷേ ഇന്നലെ രാത്രി വൈകി മില്ലുടമകൾ അറിയിച്ചിരുന്നു നെല്ല് സംഭരണം നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം. സർക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ടാണ് ചർച്ച നടത്തിയത് മില്ലുടമകളുമായിട്ട്. പക്ഷേ തീരുമാനമായിട്ടില്ല. ഇന്നലെ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ മില്ലുടമകൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ മില്ലുടമകളും ഉറച്ചു നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ വഴി നീളെ നെല്ല് കിടക്കുകയാണ്. നെല്ലിന്റെ ഈർപ്പത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കിഴിവ് വേണം എന്നുള്ള ആവശ്യം പോലും മില്ലുടമകൾ ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ നേരിട്ട് കർഷകരിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിച്ചതും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതും. കുട്ടനാട്ടിൽ പലയിടങ്ങളിലും ഇതേ കാഴ്ചയാണ്. കൊയ്ത നെല്ല് ഇപ്പോൾ വഴിനീള കിടക്കുകയാണ്. സംഭരിക്കാൻ ആരുമില്ല. മില്ലുടമകൾ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുവാൻ മില്ലുടമകൾ തയ്യാറാകുന്നുമില്ല. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലത്തെ ചർച്ചയിൽ കർഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും അത് വിജയിച്ചിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് കുട്ടനാട്ടിലെ കർഷകരുടെ പ്രതികരണം വന്നിരിക്കുന്നത് അതിനുശേഷവും? വളരെ ശോചനീയ അവസ്ഥയാണ് കുട്ടനാട്ടിലെ കർഷകരുടേതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മഞ്ജുഷ, പാടശേഖരങ്ങളുടെ നടുവിൽ 250 ഏക്കറോളം വരുന്ന പാടശേഖരം കൊയ്ത് റോഡിന്റെ അരികിലായി സൂക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് കർഷകർ എന്നുള്ളതാണ്. അതായത് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നെല്ലറയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ ഒരു സംഭരണശാല പോലും സർക്കാർ തലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് കർഷകർക്ക് അവരുടെ നെല്ല് എടുത്തു കഴിഞ്ഞാൽ, കൊയ്തെടുത്തു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കാനോ വില കിട്ടുമ്പോൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനോ യാതൊരുവിധ സംവിധാനവും ഇല്ലാത്ത ഒരു നാട് കൂടിയാണ് കുട്ടനാട് എന്നുള്ളത് ആദ്യം പറഞ്ഞു പോകാം. എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദുഃഖകരമായ സാഹചര്യം എന്ന് പറയും. ഈ പൂന്തറ പാടശേഖരം എന്ന് പറയുന്നത് 250 ഏക്കറാണ്. ആ 250 ഏക്കറിൽ ഭൂരിഭാഗം പ്രദേശവും കൊയ്ത്തു കഴിഞ്ഞു. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇടങ്ങൾ മാത്രമല്ല, അതിനും അപ്പുറം പലയിടങ്ങളിലായി വീടുകളുടെ കോമ്പൗണ്ടുകളിലൊക്കെ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ചെല്ലുമ്പോഴും ചർച്ച എന്തായി എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുമ്പുറത്തുകാരായ കർഷകരും ഒപ്പം തന്നെ തൊഴിലാളികളും ഒക്കെ ചോദിക്കുന്നത്. കുട്ടനാട്ടിൽ പല ഭാഗങ്ങളിലും കൃഷി നിർത്തി പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പറ്റം മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവനായി അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, പാടശേഖര ഉടമകളുണ്ട്, അതിനെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടത് തുലാവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവര് വളരെ കരുതലോടുകൂടി, അതായത് ഇത്തവണ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. വലിയ കാറ്റോ മഴയോ ഒന്നുമില്ലാതെ ആണ് ഓണം കഴിഞ്ഞുള്ള ആ ഒരു സമയം, ഈ കഴിഞ്ഞ 3 മാസം കടന്നു പോയിട്ടുള്ളത്. ആ ഒരു സമയത്ത് കർഷകർക്ക് ഏറ്റവും മികച്ച വിളവാണ് ഇത്തവണ കിട്ടിയത് എന്നുള്ളതാണ്. അവര് നെല്ലെടുത്തിട്ട് പറഞ്ഞത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള നെല്ലായിരുന്നു തങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ കൊയ്തെടുത്ത നെല്ല് ആ കൊയ്തെടുത്ത സമയത്ത് തന്നെ ആകെ വന്നത് ഒരു മില്ലുകാരാണ് വന്നത്. അതായത് ഇവിടെ വരുമ്പോൾ ഒന്നിലധികം മില്ലുകൾ എത്തുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കർഷകർക്ക് അത്യാവശ്യം അവർക്ക് യോജിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ഈ നെല്ല് കൊടുക്കാൻ പറ്റും. കാരണം കിൻഡലിന് ഇത്ര വെച്ച് കിഴിവ് വെച്ചിട്ടാണ് ഓരോ മില്ലുടമകളും നെല്ല് ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത്തവണ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കും. സർക്കാരിൻ്റെയും മില്ലുടമകളുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ ഇഷ്യൂസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു മില്ലുകാരാണ് വന്നത്. അവർ ചോദിച്ചത് ഇത്രയും ഗുണനിലവാരമുള്ള നെല്ലിന് ഒരു കിൻഡലിന് 14 കിലോ നെല്ല് കിഴിവ് കൊടുക്കണമെന്നാണ് അവരോട് പറഞ്ഞത്. അതോടുകൂടി കർഷകര് ആകെ വിഷമത്തിലായി എന്നുള്ളതാണ്. മഴയ്ക്ക് മുമ്പാണ് കാര്യം വന്നിരുന്നു ശരണ്യ. ഇപ്പോൾ ഈ 68 എന്നത് 64.1 ആക്കണം എന്നുള്ള ഈ ടേൺ ഓവർ റേഷ്യോ അതല്ലേ വന്നിരുന്നുള്ളൂ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ? അതല്ലേ മില്ലുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം? അതിൽ ഈ ഈർപ്പം അടിസ്ഥാനമാക്കിയുള്ള ഈ കിഴിവിന്റെ കാര്യത്തിൽ മില്ലുകൾ നേരിട്ട് തീരുമാനമെടുക്കുകയാണോ ചെയ്യുന്നത്?
അതെ, അതിനകത്ത് ആരും കൈകടത്തത്തില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ ഒരു മാനദണ്ഡം ഇതിനകത്തില്ല മഞ്ജുഷ. അത് അവർ വരുന്നു, അവർ പരിശോധന നടത്തുന്നു, അവർ പറയുന്ന കിഴിവ് കർഷകർ, അതിനകത്ത് സപ്ലൈകോ അധികൃതരോ അല്ലെങ്കിൽ പാഡി ഓഫീസർമാരോ മറ്റാരും സർക്കാരോ അതിനകത്തേക്ക് ഒരു കൈകടത്തൽ നടത്തില്ല. അവർ കൃത്യമായി ഇതിനകത്ത് ഒഴിഞ്ഞു മാറും. ഈ കർഷകരുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർ മഴയ്ക്ക് മുമ്പേ തന്നെ കൊയ്ത് കയറ്റിയ ആളുകളാണ്. അവർക്ക് അവരുടെ നെല്ല് അവർക്ക് മികച്ച രീതിയിൽ വിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിൽക്കുകയല്ല, കർഷകർ കൊടുത്തിട്ട് അവർ PRS വഴി കടമായാണ് സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നത്. ആ ഒരു അവസ്ഥയാണ് കർഷകൻ്റേത്. പക്ഷേ എങ്കിൽ പോലും ആ നെല്ല് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഗുണനിലവാരമുള്ള നെല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വന്ന ഒരു മില്ല് വന്നത് അവർ മോയ്സ്ചർ പോലും, അതായത് അതിൻ്റെ ഈർപ്പം പോലും പരിശോധിക്കാതെ കണ്ട മാത്രയിൽ 14 കിലോ കിഴിവ് വേണം എന്ന് കർഷകരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയതാണിത്. 14 കിലോ ഒരു കിൻഡലിന് കിഴിവെന്ന് പറയുമ്പോൾ 250 ഏക്കർ വരുന്ന പാടശേഖരത്ത് എത്ര വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മില്ലുടമകൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, വേറെ ആരും എടുക്കാനില്ല, ഞങ്ങളുണ്ട്, വേണമെങ്കിൽ എടുത്താൽ മതി. ഇതായിരുന്നു അവിടെ സംഭവിച്ച കാര്യം. ഇടപെടുകയാണ് ഇപ്പോൾ നെൽകർഷക സമിതിയുടെ പ്രതിനിധിയായ ശ്രീ PR സതീശൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PR സതീശൻ, അറിയാം ഇത്തവണ നല്ല വിളവ് കിട്ടിയ ഒരു സമയം കൂടിയാണ്. ഇന്നലെയാണ് മില്ലുടമകളുമായിട്ട് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയത്. നിങ്ങൾക്ക് ഇന്നലെ പ്രതീക്ഷ ഉണ്ടായിരുന്നുവല്ലോ അല്ലേ? ഇന്ന് നെല്ല് സംഭരണം എന്തായാലും തുടങ്ങാനാവില്ല എന്ന കാര്യം ഉറപ്പല്ലേ? മില്ലുകൾ അങ്ങനെ സമ്മതിക്കാൻ തയ്യാറാവുമോ? ഞങ്ങളുടെ മനസ്സിലാക്കിയെടുത്തുള്ള ഇതുവരെ ഒരു മില്ലുകാരും അതിന് തയ്യാറായിട്ടില്ല. പാടി ഓഫീസറൊക്കെ ഇന്നിപ്പം രാവിലെ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ഞങ്ങൾ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളത് മില്ലുകാർ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവർ പറയുന്നിടത്ത് മുട്ടുമടക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പോലുമാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ പത്രസമ്മേളനം നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ അവർക്കെല്ലാം വാരിക്കോരി കൊടുത്തിട്ട് പോലും അവരുടെ ധിക്കാരപരമായ പെരുമാറ്റമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അവിടെ യഥാർത്ഥത്തില് ഇപ്പം അവിടെ ഇരിക്കുന്ന നെല്ലിന് ഒരു 72 കിലോ അരി വീഴുന്ന ഒന്നാന്തരം നെല്ലാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. വിത്തിന് പോലും പറ്റുന്ന ഒന്നാന്തരം നെല്ല് ഉത്പാദിപ്പിച്ചിട്ട് ആ നെല്ലെടുക്കുന്നതിന് പോലും ഇതേപോലെ കൊള്ള. അതായത് അവര് പറയുന്നത് 64 പറയുന്നുള്ളൂ അല്ലേ? അവർ 64 കിലോയിലേക്ക് കുറയ്ക്കണമെന്ന് പറയുന്നു. 68 കിലോയാണ് കേന്ദ്ര മാനദണ്ഡം. ആ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ഈ അർത്ഥത്തിൽ തീരുമാനിക്കാൻ എപ്പോഴും പറ്റുകയുള്ളൂ. അപ്പൊ ഈ 64 കിലോ അല്ല, ഒരു 72 കിലോയോളം അരി വീഴുന്ന നെല്ലാണ് ഇപ്പൊ അവിടെ ഒക്കെ ഉള്ളത്. പക്ഷെ അത് 68 കേന്ദ്ര മാനദണ്ഡ പ്രകാരം 68 കിട്ടുകയുള്ളൂ. അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഇല്ല, കേന്ദ്ര മാനദണ്ഡ പ്രകാരം 68 കിലോ അരി വീഴണമെന്നാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ അതനുസരിച്ച് ഇവര് 64 കിലോയെ കൊടുക്കാൻ പറ്റത്തുള്ള നിലയിലാണ് ഇവര് നിർബന്ധ ബുദ്ധി പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ 72 കിലോയോളം അരി വീഴുന്ന നെല്ലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ അതേ നിലയിലുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ പറയുന്നത് എന്താണോ അത് മാത്രമേ നടപ്പാക്കപ്പെടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അരി മാത്രമല്ല, അരിയും തവിടുണ്ടയും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ മില്ലുകാർ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാൻഡ്ലിംഗ് ചാർജ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. കർഷകനിവിടെ ഒന്നുമില്ല. ഈ 4 വർഷം കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കിൻഡൽ നെല്ല് 501 രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വർധനവിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഇൻസെന്റീവ് കുറവ് വരുത്തിയിരിക്കുന്നത്. അതിനൊന്നും 5 പൈസ തരാൻ തയ്യാറായിട്ടില്ല. മറിച്ച് മില്ലുകാരുടെ അവരുടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടം നേരത്തെ കൊടുക്കാൻ കഴിഞ്ഞ ഇന്നലത്തെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ്. അതേ നിലയിൽ അവർക്ക് ഫേവർ ചെയ്ത പരിപാടി എടുത്തിട്ട് പോലും യഥാർത്ഥത്തിൽ അവർ ഇത്രയും വികാരപരമായ സമീപനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും സതീശൻ? ഇതിപ്പോ ദിവസങ്ങൾ കടന്നു പോവുകയാണ്, നല്ല മഴയാണ്, ഈർപ്പത്തിന്റെ പേരും അവർക്കെതിരെ നടപടി എടുക്കണം. അതാണ് വേണ്ടത്. ഇങ്ങനെ എടുക്കാത്ത മില്ലുകാരെ ബാൻ ചെയ്യണം, അവരെ കരിമ്പട്ടിയിൽപ്പെടുത്തണം. ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത്രയും ധിക്കാരമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സാമാന്യ മര്യാദ നമ്മൾ കാണിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അടിയന്തരമായിട്ടും നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി ഈ മില്ലുകാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ട് നെല്ല് സംഭരിക്കുന്ന നടപടി എടുക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ ആ കിടക്കുന്ന നെല്ല് ഞങ്ങൾ റോഡിലോട്ട് വാരിയിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ നെൽകർഷക സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ 100 കണക്കിന് കർഷകരാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. അവിടെ വെച്ച് ഇന്നലെ ഈ തീരുമാനം അറിയിച്ച് ഇന്ന് നെല്ലെടുക്കുമെന്ന് പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് അവസാനം ഈ ഒരു തീരുമാനമാണ് ഞങ്ങളെന്ന് അറിയുന്നത്. അതുകൊണ്ട് കർശനമായ രീതിയിൽ നടപടി എടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് നെല്ല് സംഭരിക്കാൻ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ കാര്യമല്ലല്ലോ അത്. മറിച്ച് അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ശരിയാണ്. ഇപ്പോൾ ഭക്ഷ്യമന്ത്രി കൈകഴിയിരിക്കുകയാണ്. ഭക്ഷ്യമന്ത്രി പറയുന്നത് ഇന്നലെ മില്ലുടമകളുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു, അവർ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ഇനി ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ്. ആരുടെ ശ്രദ്ധയിൽപ്പെടുത്താലും ഒരു മര്യാദയല്ല. ഇന്ന് മുതലാൻ തുടങ്ങിയ കാര്യമല്ലല്ലോ. എന്തുമാത്രം നെല്ല് ഉത്പാദിപ്പിക്കുന്നുണ്ട്, എന്ന് കൊയ്യും, എങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ കയ്യല്ലേ. ഇന്നലെയാണോ ഒരു സംഭരണ നയം പ്രഖ്യാപിക്കുന്നത്? ആ സംഭരണ നയം പ്രഖ്യാപിക്കാൻ എത്ര കാലങ്ങളുണ്ടായിരുന്നു? ഇപ്പൊ തന്നെ പാലക്കാടൊക്കെ നെല്ലെടുത്തിട്ട് വീടുകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. എത്ര നാളായിട്ട് ഇങ്ങനെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അവരിപ്പം ദാരിദ്ര്യമില്ലാത്ത ഒരു നാട് പ്രഖ്യാപിക്കാൻ പോവുക. അന്നം ഉണ്ടാക്കാന്നവരുടെ അവന്റെ ഗതികേട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഉത്തരവാദിത്തമില്ലാത്ത നിലയിൽ അന്നം ഉണ്ടാക്കുന്നതിന് പാവം മാത്രം ചെയ്യുന്നതാണ് കർഷകൻ. ഇതേ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ അത് ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, നന്ദി ശ്രീ പി ആർ സതീശൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതത്തിന്റെ നേർചിത്രം തന്നെയാണ് ഇപ്പോൾ സതീശൻ പങ്കുവച്ചത്. പൂന്തൂരം പാടശേഖര സമിതിയുടെ പ്രസിഡന്റായ ശ്രീ വേണുക്കുട്ടൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വേണുക്കുട്ടൻ, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? ഇപ്പോൾ ദിവസങ്ങൾ കടന്നുപോയാൽ മഴ പെയ്യുന്നു, ഈർപ്പം നെല്ലിൽ കൂടും, വീണ്ടും മില്ലുടമകൾ മറ്റു കാര്യങ്ങൾ പറയും. ഇപ്പോൾ 14 കിലോയുടെ കിഴിവാണ് ചോദിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ കിഴിവ് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഈ അരിയുടെ അളവിൽ അത് മില്ലുടമകൾ പറയുന്ന രീതിയിലേക്ക് സർക്കാർ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഇത് 64 കിലോ എന്നുള്ളത്. തീർച്ചയായിട്ടും. അതായത് പൂന്തരം പാടത്തിന്റെ പ്രസിഡന്റാണ്. അത് നമ്മുടെ പാടം കൊയ്തിട്ടിരുന്നത് 16 ദിവസമായി. ഈ റോഡ് സൈഡിലാണ് നെല്ലെല്ലാം കിടക്കുന്നത്. നിരന്തരമായ മഴയും കാരണം കർഷകർക്ക് ഇത് ഉണക്കാനോ ഒന്നും ഒരു അവസരമില്ല. എങ്കിലും കിട്ടുന്ന വെയിലിന് അവർ കൂലിക്ക് ആളെ നിർത്തി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിഭാഗം കുറച്ച് കിളുത്തതല്ല, അവർ വീണ്ടും മാറ്റുകയാണ്. മാറ്റുന്നതോറും നമുക്ക് ഇപ്പോൾ ഒരു 100 കിൻഡിൽ നെല്ലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു 80 കിൻഡിൽ നെല്ല് പോലും കൊടുക്കാൻ കാണത്തില്ല. കാര്യം ഓരോ ദിവസം നെല്ല് ചെല്ലും തോറും നെല്ല് പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മോയിസ്ചറിന്റെ സ്ഥിതിയാണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കർഷകന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മില്ലുടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെയും നെല്ലെടുത്ത് മാറ്റിയാലേ കർഷകർ മുന്നോട്ട് കടക്കണിയിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ 14 കിലോ കിഴിവെന്ന് പറയുന്നത് ഒരു കർഷകന് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന സംഗതിയല്ല. കാര്യം അവന്റെ ഇന്നത്തെ ഭാരിച്ച കൃഷി ചെലവും ഇതെല്ലാമായിട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും കർഷകർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മില്ലുടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ നെല്ല് എടുക്കുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ നെല്ല് മുഴുവനും പൂർണ്ണമായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുകയാണ്. ഇപ്പൊ 2 ദിവസത്തെ വെയിൽ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ ഉണക്കിയെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലുണ്ടായി കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടണമെന്ന് മാത്രം ഞാൻ പറയുന്നു. എങ്ങനെ പരിഹരിക്കണമെന്നാണ് വേണുക്കുട്ടി? ഇപ്പോൾ മുഖ്യമന്ത്രി പോലും നേരിട്ട് ഇടപെടുകയായിരുന്നു മില്ലുടമകളുമായുള്ള ചർച്ചയ്ക്ക്. അവർ അംഗീകരിക്കുന്നില്ല. എന്താണേലും സർക്കാരല്ല ചെയ്തു തരേണ്ടത്. ഇപ്പൊ കർഷകരാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. കർഷകർക്ക് വിത്ത് തന്നു, അത് എല്ലാം അവര് കടവും മേടിച്ച് എല്ലാം കൃഷി ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ച് റോഡേ കൊണ്ടിട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് കർഷകരെ സംരക്ഷിക്കാൻ ഉള്ള സർക്കാരാണ്. ആ സർക്കാർ ഭാഗത്തുനിന്ന് ഇടപെടൽ നല്ല രീതിയിലുണ്ടായി ഏതാണ് രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത് പരിഹരിച്ചു തരികയാണ് വേണ്ടത്. ശരി വേണുക്കുട്ടൻ, ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുമ്പോൾ സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചതായാണ് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പ്രതികരണം. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. 2023-ലും 2024-ലും നെല്ല് സംഭരണത്തിൽ ഇതേ പ്രതിസന്ധി സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. മീറ്റിംഗും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. ഇതാണ് ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും കുട്ടനാട്ടിലെ കർഷകർ ദുരിതത്തിലാണ്. നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് വഴി നീളെ. അതേസമയം സർക്കാർ മില്ലുടമകളുമായി ചർച്ച നടത്തിയിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും തീരുമാനമായിട്ടില്ല. നെല്ല് സംഭരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് മില്ലുടമകൾ. അവർ കൂടുതൽ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പുതിയ തീയതി പോലും ചർച്ചയ്ക്കുള്ളത് തീരുമാനിച്ചിട്ടില്ല.